റിയൽ അല്ലാത്തൊരു കാര്യത്തെ റിയലാണെന്ന് വിചാരിക്കുന്നു. വാഴ കണ്ടിട്ട് രാത്രി വിചാരിക്കുന്ന ആള് കള്ളം കയറിയുന്നു. കയറ് രാത്രി കിടക്കുന്ന കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്നു പാമ്പ് കിടക്കുന്നു. റിയൽ അല്ലാത്തൊരു കാര്യത്തെ റിയൽ ആണെന്ന് അപ്പിയർ ചെയ്യുന്നതാണ് ഭയമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. ഇതാണ് ഫിയറിന്റെ അക്രോണിയം എന്ന് പറയുന്നത്. അക്രോണിയം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഷോർട്ടാക്കി നമ്മുടെ വാക്കുകളെ ഷോർട്ടാക്കി MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, MLA എന്ന് പറയുന്ന പോലെ ഒരു അക്രോണിയമാണ് ഈ ഫിയർ എന്ന് പറയുന്നത്. ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. അപ്പൊ നമ്മള് ഭയപ്പെട്ടത് മുഴുവൻ, നമ്മൾ ഭയം നോടിയത് മുഴുവൻ റിയാലിറ്റിയോടല്ല, നമ്മള് ആ റിയാലിറ്റിയാണെന്ന് തോന്നിയതിനോടാണ്. വാഴത്തട കണ്ടപ്പോ അവിടെ ചെന്ന് ടോർച്ചടിച്ച് നോക്കിയിരുന്നെങ്കിൽ ഭയം എന്നത്തേക്കോ അവസാനിക്കത്തില്ലേ? വാഴത്തട എന്ന് പറയത്തില്ലേ? അല്ലെങ്കിൽ എന്നും പറയത്തില്ലേ വർത്തനം? അവിടെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ, എന്നും നമ്മളത് പറയും. ആ ഭയം കൊണ്ട് നടക്കും. കയറ് കാണുമ്പോ ചെന്ന് നോക്കിയ കയറാണ് പാമ്പാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടി മാറി. പക്ഷെ നമ്മള് ഈ റിയാലിറ്റി ആയിട്ട് കാണാതെ അതിനെ ഫേക്കായിട്ട് കണ്ടുകൊണ്ട് അത് ഒറിജിനലാന്ന് കരുതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്നത്. അപ്പൊ അത് അവസാനിപ്പിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? റിയാലിറ്റിയിലേക്ക് നമ്മൾ വരണം. അപ്പൊ നമുക്ക് ഭയം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് മഹാത്രേയ പറയുന്ന ഒരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയത്തെ നിങ്ങൾ ഒഴിവാക്കാൻ നോക്കിയാൽ ഭയം നിങ്ങളെ വിട്ടുപോകുന്നില്ല. ഫേസ് ഇറ്റ് ഫിയർ, ഇറ്റ് ഗ്രോസ്. നിങ്ങൾ എപ്പോഴാണോ ഭയത്തെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അന്ന് ഭയം നിങ്ങളിൽ പോകും. എന്നാണോ നിങ്ങൾ ഭയത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ കൂടെ വരും. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലി തിരക്ക് ഒരു ഭയമാണ്. നമ്മുടെ ഒരു മുന്നിലേക്ക് ഒരു ഭയം വരുമ്പോൾ ഇതിനെന്തെങ്കിലും വലിയ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുമോ, ഇതിന്റെ പിന്നിൽ ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ വരുമോ, അത് ചിലപ്പോൾ ഒരു തെറ്റുണ്ടായിട്ടാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത്. എല്ലാവരും ശരിയായിട്ടല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഭയമില്ലാതെ നമ്മുടെ മേഖലയിൽ വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഒരാള് ഒരു കൊലക്കേസ് പ്രതി എന്നെ ഭയപ്പെടുത്തിയപ്പോ എവിടം വരെ പോകാനാ? ഒരു ദിവസം നമ്മൾ മരിക്കില്ലേ? ഇല്ലേ? ഇന്നായാലെന്താ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നിനെയും കണ്ടു നോക്ക്. തുളസീദാസ് എന്ന് പറയുന്ന ഒരു പ്രേമ കവി, ഭക്തകവിയായ കഥ എന്തറിയോ? തുളസീദാസ് ഒരിക്കല് ഭാര്യയായിട്ട് മാറി ഒരു സ്ഥലത്ത് താമസിച്ചു. ഒരു പുഴവക്കുള്ള അപ്പുറത്താണ് പുള്ളി താമസിച്ചത്. പക്ഷെ ഒരു രാത്രിയായപ്പോൾ പുള്ളിക്കാരന് ഭാര്യയില്ല, പറ്റുന്നില്ല. ഭാര്യയുടെ അടുത്ത് പോകണം, അടശലായ ആഗ്രഹം. അങ്ങനെ പുള്ളിക്കാരൻ നേരെ രാത്രി 12 മണി കഴിഞ്ഞപ്പോ പുഴവക്കത്ത് വന്നു. അപ്പൊ ഒരു ചങ്ങാടം ഒഴുകി നടക്കുന്നു, ഒരു വാഴത്തട. പുള്ളി അതേ പിടിച്ച് കയറി ഒരു തരത്തിൽ അക്കരെ എത്തിയിട്ട് പുള്ളി നേരെ തന്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് താഴെ നോക്കിയപ്പോ താഴത്തെ മുറിയിലൊന്നും കാണുന്നില്ല ആ രത്നവാലിയെ. അപ്പൊ പുള്ളി വിചാരിച്ചു നമ്മള് മേളിലായിരിക്കും. നോക്കുമ്പോ ജനാല വഴി ഒരു കയറിട്ടിരിക്കുന്നു. ഓ ദൈവമേ, ഭാഗ്യം, എനിക്ക് അകത്തേക്ക് കയറാനുള്ള കയറിട്ട് വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇയാൾ ഈ കയറെ പിടിച്ച് ജനാലയിൽ ചെന്ന് തട്ടി. ഒരുപാട് തട്ടിയപ്പോ രത്നവാലി നിലാത്തഴിച്ചിട്ട കോഴിയെ കണക്ക് എഴുതിട്ടുണ്ട്. എന്താണോ മനുഷ്യാന്ന് ചോദിച്ചു. സാധാരണ നമ്മൾ ഭർത്താവിന് ചോദിക്കുന്ന പോലെ തന്നെ. ഇയാൾ പറഞ്ഞു, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് നിന്റെ കൂടെ നിന്നെ മിസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നെന്ന് പറഞ്ഞു. നീയും എന്നെ പ്രതീക്ഷിച്ചിരുന്നു ഇല്ലേ? അതിനാണല്ലോ ഈ കയറ് ഇട്ട് വെച്ചത്. അപ്പോഴാണ് ഒരു കയറിട്ട് വെച്ചത്. എന്ത് കയറ്? അപ്പോഴാണ് നോക്കുന്നത് ഒരു വലിയ മലമ്പാമ്പ് തൂങ്ങിക്കിടക്കുന്നത്. ഈ മലമ്പാമ്പിനെ പിടിച്ചിട്ട് അമ്മ പേടി കയറിയത്. നോക്കുമ്പോ മലമ്പം പിഴഞ്ഞു പോണു. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞ ചങ്ങാടത്തെ വന്നെന്ന ചങ്ങാടത്തിന്റെ ആയിരുന്ന അത് ശവം ഒഴി കിടക്കുന്ന തോടല്ലേ? ആരോ ഒഴുക്കിവിട്ട ശവം, വാഴപ്പിന്റെ കേട്ട് തള്ളിവിട്ട ശവത്തെ പിടിച്ചാണ് ഈ മനുഷ്യൻ അക്കരെ കിടന്ന ചങ്ങാടം. കലശലായ ഭാര്യയെ കുറിച്ചുള്ള ആഗ്രഹവും ഓർമ്മകളും ഇദ്ദേഹത്തെ റിയാലിറ്റിയിൽ നിന്നും മാറി അത് ഒറിജിനലാണെന്ന് അപ്പീർ ചെയ്യുക. മനസ്സിലായത്? അതുകൊണ്ട് ഭയം വന്നോ? ഇല്ല. പാമ്പ് കയറാണെന്ന് വിചാരിച്ച് പിടിച്ചപ്പോ ഭയം വന്നില്ല. നേരെ കയറെ പിടിച്ചിട്ട് പാമ്പാണെന്ന് പറഞ്ഞ് പേടിച്ചോടി. അതല്ലേ നമ്മൾ രാത്രിയിൽ ഒഴിഞ്ഞു നടക്കുന്ന ശവമാണെന്ന് കരുതി പിടിക്കാതെ വാഴത്തട ചങ്ങാടമാണെന്ന് വിചാരിച്ച് പിടിച്ചപ്പോ അത് പേടിയില്ല. ഇനി ആൾ തിരിച്ചു പോകത്തില്ല, എനിക്ക് പേടിയാണ്. ഇനിയും ശവം ഒഴുകി വരും, ഇനി അതെത്തി പോവുക, പാമ്പിനെ പിടിച്ചിറങ്ങുക. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആഴത്തിൽ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ടതിന് നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? ഇല്ല.
ഭയപ്പെടേണ്ടാത്തതിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിമറിക്കുകയാണ്. ജീവിതത്തെ നമ്മൾ അലസമാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം, നിങ്ങൾ നിരീക്ഷണപാഠമുള്ളവരായിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നടത്തുന്ന 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിലും 2 ദിവസത്തെ ഓഫ്ലൈൻ ബ്ലിസ് മൊമെൻറ്റ്സ് എന്ന ഡീപ്പ് മെഡിറ്റേഷൻ കോഴ്സിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക. നന്ദി.